വെൽക്കം ടു ഹംലൂസ് കിച്ചൺ. ഇത് നമുക്ക് നോമ്പ് കഞ്ഞി അല്ലെങ്കിൽ ജീരക കഞ്ഞി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ 1.5 കപ്പ് പൊടിയരി എടുത്തിട്ടുണ്ട്. നല്ലപോലെ വാഷ് ചെയ്തിട്ട് വെച്ചിട്ടുള്ളതാണ്. പിന്നെ ഇതിലേക്ക് വേണ്ടി കുറച്ച് വെളുത്തുള്ളി, ചെറിയ ഉള്ളി, ഉലുവ ഒരു 1/2 ടീസ്പൂൺ ഉലുവ, കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു പീസ് ചുക്ക് എന്നിവ എടുത്തിട്ടുണ്ട്. ഈ ചുക്കിന് പകരം ഇഞ്ചി ചേർത്താലും മതി. ഇനി ഇതിലേക്ക് ആശാളി വേണം, 1 ടേബിൾ സ്പൂൺ ആശാളി വേണം. പൊടിയരി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ കുക്കറിലാണ് വേവിക്കുന്നത്. ഇതിലേക്ക് ഈ ചുക്ക് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്, അതും ചേർത്ത് കൊടുക്കാം. ഇനി വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും ഉലുവയും മഞ്ഞൾപ്പൊടിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആശാളി ഞാനൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്, ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കല്ലുപ്പാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് വേവിച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് വെന്ത് വരുമ്പോൾ തിളപ്പിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. കുക്കറിൽ നമ്മൾ വേവിച്ചെടുക്കുമ്പോൾ കൂടുതൽ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് തിളച്ച് തൂകി വരും. ഇനി ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ അരി വെന്ത് വന്നിട്ടുണ്ട്. ഇതിനെ ഒരു വലിയ പാത്രത്തിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം, എങ്കിലേ കഞ്ഞിക്ക് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. ഇതിലേക്ക് ചേർക്കാൻ ഞാൻ കുറച്ച് തേങ്ങയും മഞ്ഞൾപ്പൊടിയും ചെറിയ ജീരകം എടുത്തിട്ടുണ്ട്. ഒരു 1/4 കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് അരച്ചിട്ട് ചേർക്കണം. ഇതിലേക്ക് അരച്ചെടുത്തിട്ടുണ്ട്, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കഞ്ഞി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം, അടിയിൽ പിടിക്കാതിരിക്കാൻ. ഒരു 5 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുന്നത്. തണുത്ത് കഴിയുമ്പോൾ ഇത് കുറച്ചും കൂടെ കുറുകി വരും. ഇനി ഇതിലേക്ക് വറുത്ത് ചേർക്കണം കുറച്ച് ചെറിയ ഉള്ളി. അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട് ഒരു പാനിലേക്ക്. ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഒരു 5-6 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വറുത്തിട്ടെടുക്കാം. ഇതായിട്ടുണ്ട്. ഇതിന് ഈ കഞ്ഞിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് സെർവ് ചെയ്യാം. ഇഫ്താർ സ്പെഷ്യലായിട്ടുള്ള നോമ്പ് കഞ്ഞി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസ് ഒക്കെ അറിയിക്കണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ഹംലൂസ് കിച്ചൺ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. Thank you.